ക്രിസ്തുയേശുവിൽ പ്രിയപ്പെട്ടവരെ, പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയവും മനസ്സും തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ ദൈവമേ, ഈ വചനം കേൾക്കുന്ന സമയത്തുടനീളം അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം ക്രിസ്തു പറഞ്ഞ ഉപമയുടെ ഒരു കൺക്ലൂഷനാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: നല്ല നിലത്ത് വീണ വിത്തുകൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം നൽകി. എന്താണ് ഈ നല്ല നിലം? കൃഷിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാകും, നിലം ഒരുക്കപ്പെടുന്ന നിലമാണ് നല്ല നിലം. ഒരു കർഷകൻ തൻ്റെ കാളകളെ ഉപയോഗിച്ച് നിലത്തെ കലപ്പ കൊണ്ട് കീറി മുറിക്കും. തലങ്ങും വിലങ്ങും കീറി മുറിക്കും. കീറി മുറിഞ്ഞ് പൊടിച്ചെടുക്കും ഈ മണ്ണിനെ. എന്നിട്ടാണ് അതിലേക്ക് വിത്ത് പാകുന്നത്. അതിന് മേൽ പ്രപഞ്ചം മുഴുക്കുന്ന മഞ്ഞിൻ്റെ നനവും കൂടെ ചെല്ലുമ്പോൾ ഈ വിത്ത് പതുക്കെ പൊട്ടിമുളയ്ക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, കർഷകന്റെ കലപ്പയുടെ നാമ്പ് ആഴത്തിൽ പതിഞ്ഞ് മുറിയപ്പെടുന്ന മണ്ണിന് പറയുന്ന പേരാണ് നല്ല നിലം. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥമായിട്ടും ജീവിതത്തിൽ മുറിവുണ്ടായിരിക്കണം. മുറിഞ്ഞും വേദനിച്ചും കണ്ണുനീരിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ണുനീരിന് അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്കും ഭാരങ്ങൾക്കും അർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരുക്കുകയാണ് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നിങ്ങൾ കർത്താവിൻ്റെ വിളവിന് അനുകൂലമാകുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. അതിനും പറയുന്നുണ്ടല്ലോ, മുന്തിരി വള്ളി വെട്ടിയൊരുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ശാഖയുണ്ടാകുന്നതിനും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനും. വെട്ടിയൊരുക്കപ്പെടാത്ത ഒരു മുന്തിരിച്ചെടിയിൽ നിന്നും ധാരാളം ഫലം പുറപ്പെടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ മുറിപ്പെട്ടേ മതിയാവുകയുള്ളൂ. മുറിവുകളിലൂടെ മാത്രമാണ് ദൈവം നിങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത്. ദൈവമായ കർത്താവ് നിങ്ങളെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഒരുപക്ഷെ നിങ്ങളെ മുറിച്ചേക്കാം. അവൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ണുനീര് നൽകിയേക്കാം. പക്ഷേ മുറിവും കണ്ണുനീരും നിന്റെ ജീവിതത്തിൽ നൽകിയിട്ട് മാറി നിൽക്കുന്നവനല്ല നിന്റെ ദൈവം. അവൻ പിന്നീട് നിന്നെ ചേർത്ത് പിടിക്കും. 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വലിയ മഹത്വത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ വചനം ഇപ്രകാരം പറയുന്നത്: സ്വർണം ഉലയിൽ എന്നതുപോലെ കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നു. സ്വർണം ഉലയിലിട്ട് ഉരുക്കി അതിൻ്റെ മാലിന്യത്തെ അകറ്റിക്കളഞ്ഞ് അതിനെ മനോഹരമായ ആഭരണമാക്കി മാറ്റുന്നത് പോലെ ദൈവം നിന്റെ ജീവിതത്തെ അപ്രകാരം ഉരുക്കി വിശുദ്ധീകരിക്കും കർത്താവ്. ആ ദൈവത്തിന് നന്ദി പറയുക. കാലം ഇതുവരെ നീ അനുഭവിച്ച കണ്ണുനീര് ദൈവത്തിന്റെ കൃപയിലേക്ക് നിന്നെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. കാലം ഇതുവരെ നീ അനുഭവിച്ച ദുരന്തങ്ങളുടെ വഴികൾ ഓരോന്നും ദൈവത്തിലേക്കുള്ള കയറ്റങ്ങൾ മാത്രമായിരുന്നു. യേശുവേ, ഈ ഒരു പ്രഭാതത്തിൽ സമ്പൂർണമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നുവരെ അനുഭവിച്ച ഓരോ വിഷമങ്ങളും വേദനകളും ജീവിതത്തെ ഒരുക്കുന്നതിന് തുല്യമായിരുന്നു. ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി നീ എന്നെ ഒരുക്കുകയായിരുന്നു. നന്ദി ദൈവമേ. അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.